കണ്ണൂരിൽ കൈതപ്രം കൊലപാതകം, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, കേസ് അന്വേഷണം നടത്തുന്നുണ്ട്, കുടുംബത്തിലേക്ക് പോലും അന്വേഷണ സംഘം എത്തുന്നുണ്ട്, ചോദ്യം ചെയ്യലടക്കം മൊഴിയെടുക്കൽ അടക്കവുമായുള്ള നടപടികളുമായി നമ്മുടെ അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കേസിൽ കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കണോ എന്ന കാര്യത്തിൽ ഒരു പക്ഷേ ഇന്നൊരു തീരുമാനമുണ്ടാകും. കാരണം മിനിയുടെ 3 മാസത്തെ ഫോൺ കോൾ രേഖകളൊക്കെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതേസമയം ഈ പ്രതി സന്തോഷിന്റെ കസ്റ്റഡി കാലാവധിയും ഇന്ന് അവസാനിക്കും. നമുക്ക് നിഖിലിനോട് ചോദിക്കാം കൂടുതൽ വിവരങ്ങൾ, എങ്ങനെയൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു കാര്യം. നിഖിൽ, ഗുഡ് മോർണിംഗ്. തുടക്കം മുതൽ തന്നെ ഈ മിനിക്കും സന്തോഷും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു. ഈ മിനിയും സന്തോഷും തമ്മിലുള്ള സൗഹൃദം വിലക്കിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള പരാതികളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും നടത്തുകയായിരുന്നു. മിനിയുടെ ഫോൺ കോൾ രേഖകൾ, ഇനി മരണ ദിവസം ഇവർ തമ്മിൽ സംസാരിച്ചിരുന്നു, ഈ സൗഹൃദം തന്നെയാണോ കൊലപാതകത്തിന് കാരണം എന്നതടക്കമുള്ള സംഭവങ്ങളിലൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലെ പോലീസ് കണ്ടെത്തൽ എന്താണ്? മിനിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള റോൾ എന്താണ്? പോലീസിന്റെ നിഗമനം എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? ഒപ്പം തന്നെ ഈ പ്രതി സന്തോഷിന്റെ കസ്റ്റഡി കാലാവധിയും ഇന്ന് അവസാനിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി നിഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഏതായാലും വലിയ വിവാദമായ, വലിയ ചർച്ചയായ വിഷയമാണ്. ഇപ്പോഴും അത് ചർച്ചയായി നിൽക്കുക തന്നെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് പോലീസ് ഇത്തരത്തിൽ നിർണായകമായ ഒരു നീക്കം ഇന്നലെ നടത്തിയത്. നേരത്തെ തന്നെ മിനിയുമായി സന്തോഷിനുള്ള സൗഹൃദമാണ്, അത് വിലക്കിയതാണ് രാധാകൃഷ്ണനെ ഇത്തരത്തിൽ വെടിവെച്ച് കൊല്ലുന്നതിലേക്ക് നയിച്ചത് എന്ന പോലീസ് ഒരു നിഗമനത്തിലെത്തിയതാണ്. അതിൽ പക്ഷേ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മിനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് പോലീസിന്റെ അടുത്ത ലക്ഷ്യം. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഇവരുടെ കോൾ രേഖകൾ ആവശ്യപ്പെട്ട് സർവീസ് പ്രൊവൈഡർമാർക്ക് അപേക്ഷ നൽകിയത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പോലീസിന്റെ കയ്യിൽ ഈ CDR ഉൾപ്പെടെയുള്ള രേഖകൾ ലഭിച്ചത്. അത് പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തെ ഫോൺ രേഖകളാണ് പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. ഈ രേഖകൾ ലഭിച്ച പശ്ചാത്തലത്തിൽ അതിലെ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി മിനി നമ്പ്യാരുടെ കൈതപ്രത്തെ വീട്ടിലെത്തി പോലീസ് ഇവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയത്. ഇന്നലെ രാത്രി ഏകദേശം 8:30 വരെ ഈ മൊഴി രേഖപ്പെടുത്തൽ നീണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൊഴിയിൽ നിന്നും ഒപ്പം തന്നെ CDR രേഖകളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അത് കൃത്യമായി താരതമ്യം ചെയ്യേണ്ടതുണ്ട് പോലീസിന്. ഇനി അത് കൂടി പൂർത്തിയാകുന്നതോടുകൂടിയാണ് മിനി നമ്പ്യാരെ ഈ കേസിൽ പ്രതി ചേർക്കണോ എന്ന കാര്യത്തിൽ പോലീസ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇന്ന് തന്നെ അക്കാര്യത്തിൽ, ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് ഈ പ്രതിയായ സന്തോഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കും. ഏതായാലും പോലീസ് ഈ കേസിൽ സമഗ്രമായ അന്വേഷണം, എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ മിനി നമ്പ്യാരെ പ്രതി ചേർക്കുന്നതിൽ ഏറ്റവും നിർണായകമാവുക ഈ കോൾ രേഖകളിൽ ഈ കൊലപാതകം നടന്ന ദിവസം അല്ലെങ്കിൽ കൊലപാതകം നടന്നതിന് ശേഷം ഒക്കെ ഇവർ തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി പോലീസിന് കണ്ടെത്തേണ്ടത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട സംഭവം. ഈ കൈതപ്രം കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ സംശയം. ഈ കൊലപാതകം നടക്കുന്ന ദിവസം ഇവർ തമ്മിൽ സംസാരിച്ചിരുന്നു, അതിന് തൊട്ടു മുമ്പ് സംസാരിച്ചിരുന്നു. മിനിക്ക് ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു റോളുണ്ടോ? ഈ കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് നമ്മുടെ നിഖിൽ അളവൂർ.